നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം കാർത്തിക നക്ഷത്രത്തെ കുറിച്ചാണ്. കാർത്തിക നക്ഷത്രത്തിന്റെ 2026 വർഷത്തെ മാർച്ച് മാസത്തിലെ പകുതി ഫലങ്ങളാണ് പറയുന്നത്. പകുതി എന്ന് പറയുമ്പോൾ 1-ാം തീയതി മുതൽ 15-ാം തീയതി വരെയുള്ള ഫലങ്ങളാണ് പറയുന്നത്. ഈ മാർച്ച് മാസത്തില് എന്തൊക്കെ കാര്യങ്ങൾ ഇവരെ നേരിടേണ്ടി വരുമെന്നും എന്തൊക്കെ ഭാഗ്യങ്ങൾ ഇവർക്ക് വരാൻ സാധ്യതയുണ്ടെന്നും ഒക്കെയാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇവർക്ക് ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരുപാട് കാലമായിട്ട് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ചെറിയൊരു ആശ്വാസം ഉണ്ടാകുമെന്നാണ് പറയേണ്ടത്. അത് ഏത് പ്രായത്തിലുള്ളവർക്കായാലും അതിനൊരു മാറ്റം ഉണ്ടാവുന്നതാണ്, ഒരു ആശ്വാസം ഉണ്ടാകുന്നതാണ്. ചിലരുടെ അസുഖങ്ങളൊക്കെ നിശേഷം മാറുന്നതാണ്. അതുപോലെ തന്നെ സന്തോഷകരമായിട്ടുള്ള ചില വാർത്തകളൊക്കെ കേൾക്കുവാനുള്ള സാധ്യതയുമുണ്ട്. ദമ്പതിമാർക്കിടയിൽ ഉണ്ടായിരുന്ന വിള്ളലുകളൊക്കെ മാറി നിങ്ങൾ സ്വരച്ചേർച്ചയിലാവുന്നതാണ്. വിവാഹം ആഗ്രഹിക്കുന്നവർക്കൊക്കെ നടക്കുന്ന ഒരു സമയമാണ്, വിവാഹത്തിന്റെ ഒരു സമയമാണ്. അതുകൊണ്ട് വിവാഹ ആലോചനകളൊക്കെ നടത്തുന്നത് വളരെ നല്ലതാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ജോലി സംബന്ധമായിട്ടാണ് അടുത്ത് പറയുന്നത്. ഒരുപാട് കാലമായിട്ട് ജോലി ഇല്ലാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി ഒന്നും ലഭിക്കാതെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിക്കുന്നവര് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പോകുവാനായിട്ടുള്ള ചില മാർഗങ്ങളൊക്കെ നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്നുണ്ട്. ആ മാർഗങ്ങളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഒരുപാട് കാലമായിട്ട് ഗവൺമെന്റ് ജോലിക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്തകളൊക്കെ നിങ്ങൾക്ക് വരുന്നതാണ്. വിദേശത്തുള്ള ആളുകൾക്കൊക്കെ വിദേശ ജോലിയിൽ നിന്നൊരു മാറ്റം ഉണ്ടാവുന്നതാണ്. നിങ്ങൾക്ക് സ്ഥാന ചലനമൊക്കെ ഉണ്ടാവുന്നതാണ്. പ്രൊമോഷനോടുകൂടിയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. ചിലർ കമ്പനിയൊക്കെ വിട്ട് വേറൊരു കമ്പനിയിലേക്ക് പോകുന്നതൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഈ 6, 7, 8 തീയതികൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒടിവ് ചതവുകളൊക്കെ ഉണ്ടാവാനുള്ള ഒരു ചെറിയ സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക മാത്രമേ വേണ്ടുകയുള്ളൂ. ഇത് വലിയതായിട്ട് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. എല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാറിപ്പോകാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് കാലമായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ചില കടങ്ങളൊക്കെ നിങ്ങൾക്ക് വീട്ടാൻ കഴിയുന്നതാണ്. അത് പണമായിട്ടല്ലെങ്കിൽ പോലും ചില കാര്യങ്ങൾ, ചില ആളുകളൊക്കെ നമ്മൾക്ക് ഉപകാരം ചെയ്ത അത് സ്മരണയിൽ വെച്ച് ഇത് ഒരുപാട് കാലം കൊണ്ടു നടന്നതിന് ശേഷം നിങ്ങൾക്കത് പ്രത്യുപകാരമൊക്കെ ചെയ്യാൻ കഴിയുക എന്ന് പറയില്ലേ, അതുപോലെയൊക്കെയുള്ള ഒരു സാഹചര്യമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതിൽ മനസ്സിന് വളരെയധികം സന്തോഷമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സമയമാണ്. സാമ്പത്തികപരമായിട്ട് നേട്ടമാണ് കാണുന്നത്. നിങ്ങളുടെ ഇപ്പോഴുള്ള തൊഴിൽ നിന്നും അല്ലാതെ മറ്റൊരു വശത്തുകൂടിയും നിങ്ങൾക്ക് സമ്പത്ത് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ബിസിനസ്സിലൊക്കെ വളരെ മാറ്റങ്ങൾ നിങ്ങൾ കൊണ്ടുവരേണ്ട ഒരു സമയമാണ്. ഇപ്പോൾ കൊണ്ടുവരുന്ന മാറ്റങ്ങൾക്കനുസരിച്ചിരിക്കും നിങ്ങളുടെ മുന്നോട്ടുള്ള സാമ്പത്തിക സ്ഥിതി. ഇപ്പോൾ മാറ്റങ്ങളൊക്കെ വേണ്ട രീതിയിൽ കാലോചിതമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ വലിയൊരു ഭാഗ്യം ഉണ്ടാവുന്നതാണ്. നിങ്ങളുടെ നക്ഷത്രങ്ങളുടെ സ്ഥാനവും ഗ്രഹങ്ങളുടെ സ്ഥാനവും ഒക്കെ വളരെ പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത് ഈ 15 ദിവസവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിച്ച് ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും വളരെ ഫലവത്തായിട്ട് കാണുന്നതാണ്. ഒരുപാട് കാലമായിട്ട് പിണങ്ങിക്കഴിഞ്ഞിരുന്ന ചില സുഹൃത്തുക്കളൊക്കെ നിങ്ങളെ കാണാനെത്തുകയും വീണ്ടും സ്വരച്ചേർച്ചയിലാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. ക്ഷമിക്കേണ്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ക്ഷമിച്ചു കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേങ്കിൽ നിങ്ങളുടെ സമ്പത്ത് കണ്ടുവരുന്നവരെ ഒന്നും നിങ്ങൾ അടുപ്പിക്കാൻ പാടില്ല എന്നുള്ളത് കൂടി നിങ്ങൾ ഓർമ്മയിൽ വെക്കേണ്ടതുണ്ട്. വാഗ്വാദങ്ങളിലൊന്നും ഏർപ്പെടാതിരിക്കുക. ചില ബന്ധുക്കളുടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായിട്ടൊക്കെ നിങ്ങളെ ക്ഷണിക്കുന്നതാണ്. അവിടെ നിങ്ങളൊരു ഒരാളുടെയും പക്ഷം പിടിച്ച് സംസാരിക്കാതെ അവരുടെ കാര്യങ്ങളൊക്കെ കേട്ട് അവരോട് രണ്ടുപേരോടും സൗമ്യമായി സംസാരിച്ച് പ്രശ്നങ്ങൾ തീർക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഏറ്റവും അവസാനം അത് നിങ്ങളുടെ മേലുള്ള ഒരു പഴിയായിട്ട് മാറുന്നതാണ്. ഏറ്റവും അടുത്ത ചില ആളുകളൊക്കെ നിങ്ങളെ ചതിയിൽപ്പെടുത്തുവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. സാമ്പത്തികപരമായിട്ടായിരിക്കും നിങ്ങളെ ചതിയിൽപ്പെടുത്താൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മാർച്ച് 9-ാം തീയതിക്ക് ശേഷമുള്ള സാമ്പത്തിക ഇടപാടുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. രേഖാപരമല്ലാത്ത വലിയ തുകകളുള്ള ഒരു സാമ്പത്തിക ഇടപാടുകളിലും നിങ്ങൾ ചെന്ന് ചാടരുത്. ഈ 6 ദിവസത്തേന് 9-ാം തീയതി മുതൽ 15-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഒരിക്കലും നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഭൂമി ക്രയവിക്രയങ്ങളിലൊക്കെ ചെറിയ ലാഭം നിങ്ങൾക്കുണ്ടാവുന്നുണ്ട്. ഒരുപാട് കാലമായിട്ട് വിൽക്കാൻ ആഗ്രഹിച്ച ഭൂമിയൊക്കെ നിങ്ങൾക്ക് വിറ്റ് കിട്ടുന്നതാണ്.
സർക്കാരിൽ നിന്നൊക്കെ ധനസഹായം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഗൂഢശാസ്ത്രത്തിൽ, അതായത് കൂടോത്രമെന്ന് ചുരുക്കി പറയാം, ഇതിലൊക്കെ താല്പര്യം ജനിക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. അറിയുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഈ ഗൂഢശാസ്ത്രം എന്നൊക്കെ പറയുന്നത് വളരെ നീചമായിട്ടുള്ള കർമ്മമാണ്. അതിലൊക്കെ താല്പര്യം ജനിക്കുന്നത് ശരി തന്നെയാണ്. എങ്കിലും അത് ആർക്കും എതിരെ പ്രയോഗിക്കരുത്. പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു സുഖം മാത്രമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് തന്നെ തിരികെ വരാനുള്ള സാധ്യത വളരെയേറെയാണ്. അതുകൊണ്ട് അക്കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. മനസ്സിനെ നിയന്ത്രണമില്ലാതെ, കടിഞ്ഞാണില്ലാതെ വെറുതെ വിടാൻ നിങ്ങൾ ഒരിക്കലും അനുവദിക്കരുത്. എപ്പോഴും നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ തിരക്കിലാക്കി വെച്ചുകൊണ്ടിരിക്കണം. നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും ബോധമുണ്ടായിരിക്കണം. ലക്ഷ്യത്തിൽ നിന്നൊന്നും മാറിപ്പോകരുത്. നിങ്ങൾ ഈ 9-ാം തീയതി മുതൽ 15-ാം തീയതി വരെ വളരെ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ ലക്ഷ്യത്തിൽ നിന്നൊക്കെ മാറിപ്പോകുന്ന ഒരു രീതിയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഈ കാർത്തിക നക്ഷത്രക്കാരുടെ ഫലം എടുക്കുകയാണെങ്കിൽ ഗുണദോഷ സമ്മിശ്രമാണ്. പക്ഷെങ്കിൽ ഗുണങ്ങൾ ഏറെയുണ്ട്. ചെറിയ ദോഷങ്ങളുണ്ട് 9-ാം തീയതി മുതൽ. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബുദ്ധിയൊക്കെ വികസിച്ചിരിക്കുമെങ്കിലും മറ്റ് ചില കാര്യങ്ങളിലേക്കൊക്കെ ആയിരിക്കും നിങ്ങൾ ഈ ബുദ്ധി പ്രവർത്തിപ്പിക്കാൻ പോകുന്നത്. അതൊന്ന് മാറ്റി നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ നല്ലൊരു സമയമാണ്. ഇതിനായിട്ട് നിങ്ങൾ ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത്, ഏത് ഈശ്വരനിലാണോ വിശ്വസിക്കുന്നത്, ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത്, ആ കാര്യങ്ങളെല്ലാം മുറുകെ പിടിച്ച് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനുണ്ടാകുന്ന ചെറിയ വിഷമതകളൊക്കെ മാറുന്നതാണ്. കൂടാതെ അന്നദാനം നടത്തുന്നത് വളരെ നല്ലതാണ്. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വേണ്ടപ്പെട്ട കൈകളിലേക്ക് മാത്രം അത് എത്തിക്കുക. അത് ഒരാൾക്കേ ഉള്ളെങ്കിലും അത് വേണ്ടപ്പെട്ട കൈകളാണെന്ന് നിങ്ങൾ അത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.